ഹായ് അലക്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോഡുലാർ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ആക്സസറീസുകളെ കുറിച്ചാണ്. നമ്മൾ ഈ ആക്സസറീസിൻ്റെ കാര്യത്തിൽ പല കസ്റ്റമേഴ്സും ആക്സസറീസ് വെക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അതുപോലെ ആക്സസറീസൊക്കെ പകരം അവിടെ തട്ടിട്ട് പോരെ എന്ന് പല കസ്റ്റമർ സംസാരിക്കാറുണ്ട്. ആക്സസറീസ് എന്തിനാണ് കിച്ചണിൽ വെക്കുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അത് എവിടെയൊക്കെയാണ് വെക്കേണ്ടത്, അത് ഏറ്റവും മിനിമം ഒരു കിച്ചൺ ചെയ്യുമ്പോൾ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ എത്ര ആക്സസറീസ് വെക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുക, വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഈ പേജ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഡുലാർ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്സസറീസാണ് നമ്മൾ ഹുഡ് ഹോബ് ഏരിയയിൽ വരുന്ന ആക്സസറീസുകൾ. ഹുഡ് ഹോബ് ഏരിയയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ് അത് താലി പ്ലേറ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹുഡ് ഹോബ് ഏരിയയിലാണ് കൊടുക്കേണ്ടത്. ഈ ആക്സസറീസിനകത്ത് നമുക്ക് മാക്സിമം പ്ലേറ്റുകളൊക്കെ കുത്തിച്ചാരി വെക്കാൻ പറ്റുന്ന രീതി അടുക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും താലി പ്ലേറ്റിനകത്ത്. അതുപോലെ നമുക്കിനകത്ത് കപ്പ് ആൻഡ് സോസർ എന്ന് പറഞ്ഞ ആക്സസറീസ് ഉണ്ട്. അതുപോലെ തന്നെ PVC കളർ യൂണിറ്റുകളും ഉണ്ട്. ഈ യൂണിറ്റുകൾ മൂന്നായിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് പുള്ളൗട്ട് യൂണിറ്റുകളുണ്ട്, ഓയിൽ പുള്ളൗട്ടും ഇതിനോട് ചേർന്നാണ് ഇരിക്കേണ്ടത്. ഈ ഹുഡ് ഹോബ് ഏരിയ നമുക്ക് 4 ടൈപ്പ് ആക്സസറീസാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്: താലി പ്ലേറ്റ്, കപ്പ് ആൻഡ് സോസർ, അതുപോലെ തന്നെ PVC കളർ യൂണിറ്റ്, അതുപോലെ പുള്ളൗട്ട് യൂണിറ്റ്. ഈ 4 ആക്സസറീസ് നമുക്ക് ഈ പറയുന്ന ഹുഡ് ഹോബ് ഏരിയയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് സിങ്ക് ഏരിയയിലാണ്. സിങ്ക് ഏരിയ നമുക്ക് വെക്കാൻ സാധിക്കുന്ന ആക്സസറീസുകളാണ് വേസ്റ്റ് ബിന്ന്, അതുപോലെ ഡിറ്റർജൻറ്റ് ഹോൾഡേഴ്സ്. ഈ വേസ്റ്റ് ബിൻ തന്നെ നമുക്ക് ഫുൾ യൂണിറ്റായിട്ടും കിട്ടും, അതുപോലെ ഷട്ടറെ പിടിപ്പിക്കുന്ന റിങ് ടൈപ്പും കിട്ടും. നമുക്ക് ഈ റിങ് മേടിച്ച് വെച്ചിട്ട് അതിലൊരു ബക്കറ്റ് മേടിച്ച് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഉപയോഗം നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ആക്സസറീസുകൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിനകത്തുള്ളതാണ് GTPT. നമുക്ക് ഇതുപോലെ സിങ്ക് ഏരിയയിലാണ് നമുക്ക് വെക്കേണ്ടത്. സിങ്ക് ചെയ്ത് നമ്മൾ പാത്രങ്ങൾ കഴുകി നമുക്ക് ഈ GTPTക്കകത്ത് വെക്കുകയാണ് നോർമലി ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്തൊരു ഡിപ്പ് ട്രേയോടെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പ് ട്രേക്കകത്ത് വെള്ളമൊക്കെ വീണ് കിടന്നിട്ട് നമുക്ക് ആ ഡിപ്പ് ട്രേയിൽ നിന്ന് വെള്ളം ഊരി നമുക്ക് സിങ്കിലേക്ക് കളയാവുന്നതായിരിക്കും. അപ്പോൾ സിങ്ക് ഏരിയയിലായിരിക്കും നമുക്ക് GTPT, അതുപോലെ വേസ്റ്റ് ബിൻ, അതുപോലെ ഡിറ്റർജൻറ്റ് ഹോൾഡേഴ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെയുള്ള ആക്സസറീസാണ് കിച്ചണിൽ മെയിനായിട്ട് മോഡുലാർ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് വെക്കേണ്ട ആക്സസറീസാണ് ടാൻഡം ബോക്സുകൾ. ഈ ടാൻഡം ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി ഉള്ള ഡ്രോയേഴ്സ് വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വെയിറ്റ് ഈ ടാൻഡം ബോക്സ് എടുക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 40 kg ഉള്ള ഈ വെയിറ്റുകൾ നമുക്ക് ഈ ടാൻഡം ബോക്സിനകത്ത് വെക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ നമ്മൾ മാതാപിതാക്കളൊക്കെ പ്രായമാകുമ്പോൾ അവർക്ക് ഈ ഷെൽഫിനകത്തുനിന്ന് കുഞ്ഞ് സാധനം എടുക്കുക എന്ന് വെച്ചാൽ കൂടുതലും പ്രയാസമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഈ ടാൻഡം ബോക്സുകളൊക്കെ നമ്മുടെ കിച്ചണിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഇത് പുറത്തോട്ട് വലിക്കുകയാണെങ്കിൽ ഈ കിലോ വെയിറ്റ് കൂടുതൽ എടുക്കാനും സാധിക്കും, ഒരു കിച്ചൺ കൂടുതൽ ഫങ്ഷനാലിറ്റി എളുപ്പമാവുകയും സാധിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട ആക്സസറീസുകൾ. ഇത്രയൊക്കെയാണ്. അതുപോലെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം,